ഇന്നലെ നൈറ്റ് ഫുള്ളും മഴ ആയതുകൊണ്ട് ഇന്നൊരു ഗ്ലൂമി വെതറായിരുന്നു. വലിയ വെയിൽ കാര്യങ്ങളോ ചൂടൊന്നുമില്ലായിരുന്നു. പിന്നെ ആസ് നോർമൽ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ വെക്കേഷനും എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വെക്കേഷന് ബേസ് ക്ലാസ്, ഫൗണ്ടേഷൻ ക്ലാസ് ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 3 മണിയൊക്കെ ആയപ്പം ട്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് പെട്ടെന്ന് തന്നെ പണി തീർക്കണം. ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു, ചെറിയ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്തു പോകണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടിപിടി നമുക്ക് പണികളൊക്കെ കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കാം. ഇന്നത്തെ സ്പെഷ്യൽ എഗ് പപ്സാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ഉള്ളി കട്ട് ചെയ്യലും അത് വഴറ്റലും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സെറ്റ് ചെയ്ത് വെക്കലും, പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുക, പിന്നെ മാവൊക്കെ കുഴച്ച് സെറ്റാകുമ്പോഴത്തേന് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ചൂടാറി കിട്ടും. അപ്പം എന്നിട്ട് നമുക്ക് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പുട്ട്, സ്റ്റ്യൂ ആണ്, പിന്നെ വത്തക്ക, അങ്ങനത്തെ നോർമൽ പരിപാടികൾ, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് വേഗം പപ്സിൻ്റെ പരിപാടി തീർത്തിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ഒരു അത്യാവശ്യം കാര്യം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുന്നേ തന്നെ വേഗം പണി തീർത്തെക്കണം. ട്യൂഷൻ്റെ കാര്യം കുറേ പേര് ചോദിക്കലുണ്ട്. KG തൊട്ട് 12th വരെയുള്ള എല്ലാ സബ്ജക്റ്റും എല്ലാ വിഷയങ്ങളും ഏതൊക്കെ സിലബസ് ആയിക്കോട്ടെ ഫുൾ അവൈലബിൾ ആണ്. അതുമല്ല മദ്രസേൻ്റെ ക്ലാസ്സും അവൈലബിൾ ആണ്. ഖുറാൻ ക്ലാസ് ആയിക്കോട്ടെ എല്ലാം ബേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണം, ട്യൂഷന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പം ടച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ബേസ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഗ്രാമർ കാര്യങ്ങളും, ഹിന്ദി, എല്ലാ ലാംഗ്വേജും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യുക. വെക്കേഷനാണെന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ നിൽക്കൊന്നും വേണ്ട. എന്തായാലും കുറച്ച് ടൈമല്ലേ, ജസ്റ്റ് ഒന്ന് പഠിച്ചൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ കണ്ട് പോവാം. അതാകുമ്പോൾ ക്ലാസ് തുടങ്ങുന്ന ടൈമിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം നമ്മളെ പണികൾ ഓരോന്നോരോന്നായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്യൂഷന് കാര്യങ്ങളൊക്കെ രാവിലെയാണ് എടുക്കൽ. പിന്നെ നൈറ്റിൽ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നൈറ്റിലാണ് പിന്നെ ബാക്കിയുള്ള ട്യൂഷനൊക്കെ എടുക്കൽ. നല്ല ലേറ്റായിട്ട് തന്നെയാണ് എന്നും കഴിയാറ്. 11 o'clock ആ ഒരു ടൈമിലൊക്കെയാണ് ചില ദിവസങ്ങൾ കഴിയാറ്. ഓരോ ദിവസം ഓരോ ടൈപ്പിലാണ് കഴിയാറ്. അപ്പം പിന്നെ ഒരു 4:30 ആയപ്പോഴത്തേനും പണിയൊക്കെ തീർത്തു. പെട്ടെന്ന് മാറ്റി ഞങ്ങൾ തപ്പോണ്ടി പരിപാടികളൊക്കെ തീർത്തു. പിന്നെ വരലും നോമ്പ് തുറക്കലും ഒക്കെ ഇടിപിടിയായിരുന്നു. ബാങ്ക് കൊടുത്തപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അങ്ങനെ നോമ്പ് തുറക്കൽ അൽഹംദുലില്ലാ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സെക്കൻഡ് നോമ്പിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. എല്ലാവർക്കും നല്ല അടിപൊളി നോമ്പ് കാര്യങ്ങളൊക്കെ ആശംസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കണേ. അപ്പം ഓക്കെ.